ഇപ്പൊ നിലവില് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കുളമായിരുന്നോ അല്ല, എന്താണ്? ഈ നേരത്തെ ഉണ്ടായിരുന്നല്ല, ഇത് കുറച്ച് താണ സ്ഥലമായിരുന്നു ഈ ആ പ്രദേശത്തെ. ആ ആ അപ്പോൾ അത് ഈ കുളമാക്കുന്ന കുറച്ച് മണ്ണുണ്ടായിരുന്നു, ഈ കരോട്ട് കോരിയിടാൻ പറ്റി. ആ ആ ആ അപ്പോൾ അതുകൊണ്ട് ഈ അങ്ങനെ അത് മീൻ കുളമായത്. അപ്പോൾ ഇക്കൊല്ലത്തിൽ മീൻ ഇട്ടിരുന്നു. ആ അതിൻ്റെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞതാണ്. ആ പക്ഷെ അത് അത് ഏതാണ് ചെയ്തുകൊണ്ടിരുന്നത്? വരാൽ വരാലായിരുന്നു. ആ ആ ആ അത് വീണ്ടും അത് പിടിച്ചത് കുറേ ഈ ഇതിലേക്ക് തന്നെ ഇട്ടിരിക്കുക. ആ മാഷ ഈ വരാൽ കുഞ്ഞുങ്ങളെ മേടിക്കുന്നതാണോ? എങ്ങനത്തെ ടൈപ്പാണ്? വരാൽ കുഞ്ഞുങ്ങളെ സാധാരണ നമ്മൾ ഇപ്പോൾ ഈ വളർത്താനായിട്ടാണ് അത് വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് വളർത്താൻ പറ്റും. അപ്പോൾ നാടൻ കുഞ്ഞുങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരില്ല വേഗത്തിൽ. വളരില്ല. പിന്നെ വരാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുന്ന ഹൈബ്രിഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു വരാൽ തന്നെ പലതരത്തിലുള്ളതൊക്കെ ഉണ്ട്. അതിനെ വെച്ചോന്ന് കഴിഞ്ഞാൽ നമുക്ക് കൈത്തീറ്റ കൊടുത്ത് അതിനെ വളർത്താം. വളർത്തി കഴിഞ്ഞാൽ അത് വേഗത്തിൽ വളരുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാം, ഇത് 8 മാസം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 1 കിലോയിൽ 8 മാസത്തിനകം 1 കിലോ വരെ ആവുന്നുണ്ട്. 8-9 മാസത്തിൽ 1 കിലോ ആകുന്നുണ്ട്. അപ്പൊ ഇതിന് തീറ്റ ചെലവ് തീറ്റ ചെലവ് കൂടുതലാണ്. കാരണം ഹൈ പ്രോട്ടീൻ തീറ്റ, ഇതിന് വേണ്ടിയിട്ടുള്ള ഹൈ പ്രോട്ടീൻ തീറ്റ വാങ്ങിച്ചു കൊടുക്കണം. തീറ്റകൾ കൊടുക്കണം അല്ലേ? ഹൈ പ്രോട്ടീൻ അതും ഓരോ പ്രായത്തിനനുസരിച്ച് ആ തീറ്റയും വലിപ്പത്തും കൂടി കൊടുക്കണം. പിന്നെ അതിന് കൂടുതൽ രോഗങ്ങളോ അങ്ങനെ ഇതൊന്നും അതിന് കാണാറില്ല, കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ലാഭകരമല്ല. അതുകൂടി പറയാം. കാരണം ഇതിന് ഈ സെയിൽസിനാണ് ബുദ്ധിമുട്ട് വരുന്നത്. മാത്രം പോരാ. അല്ല, എനിക്ക് തോന്നുന്നു മാഷിന്റെ ഒരു ഇത് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ മാത്രമുള്ള മറ്റുള്ളവരെ എത്തിപ്പെട്ട് ഇത് മേടിക്കാൻ പറ്റുള്ളൂ. ഇത് സെയിൽസിന് ബുദ്ധിമുട്ടാണ്. കാരണം ഈ മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് പറഞ്ഞിരുന്നത് ഏമാന്മാരുടെ മീൻ എന്നാ പറഞ്ഞിരുന്നത്. അത് സാധാരണ ആൾക്കാർ അതങ്ങനെ ഉപയോഗിക്കാറില്ല. അത് ഇത് നന്നാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. പക്ഷെ ഇത് നല്ല പ്രോട്ടീൻ അടങ്ങിയ ഏറ്റവും നല്ല മീനാണ്. പക്ഷേ അതിൻ്റെ പരിചരണവും അത് വിൽപ്പനയ്ക്കുള്ള ഇപ്പോൾ ഒരു മിനിമം ഒരു കിലോയ്ക്ക് ഒരു 400 രൂപ വെച്ചെങ്കിലും കിട്ടിയാലേ മുതലിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ചെലവുകൾ നോക്കുമ്പോൾ പക്ഷേ ഇതിൻ്റെ ഇപ്പോഴത്തെ രീതിയിൽ നമുക്കത് കിട്ടാനായിട്ട് ചെലവ് ഉണ്ടാവില്ല. പിന്നെ ഈ മീൻകാർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ 250 താഴെ രൂപയ്ക്കൊക്കെ കൊടുക്കും. കാരണം അവർക്കും കൊണ്ടുപോയി വിൽക്കേണ്ടതല്ലോ. അല്ല, നമുക്ക് ഇങ്ങനെ ഉത്സവ സീസണും മറ്റുള്ള അങ്ങനെയുള്ള നമ്മൾ പിടിച്ചാലാണല്ലോ എന്നാലും അത് ലാഭകരമല്ല. ഈസ്റ്റർ, വിഷു അങ്ങനെയുള്ള പിടിക്കുന്നതൊക്കെ എളുപ്പമല്ല. അതിൻ്റെ കൂലിയൊക്കെ നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. ഇത് സാധാരണ രീതിയിൽ ഇത് നാച്ചുറൽ കുളമാണ്. അപ്പോൾ ഇതിൽ മീനെ പിടിക്കണമെങ്കിൽ വല വീശി പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മീൻ വല വന്നു കഴിഞ്ഞാൽ മീൻ ഇത് മണ്ണിലേക്ക് ചെളിയിലേക്ക് താഴും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ്. പിന്നെ ഇവിടെ കൃഷിയോട് നിങ്ങൾ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ പ്ലാവ് വെച്ചിട്ടുണ്ട്. പ്ലാവൊക്കെ വളരെ വേഗത്തിൽ കായ്ക്കുകയും ചെയ്തു. അതേപോലെ അതിന് വേഗത്തിൽ തന്നെ കേടും വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഇതിൽ തന്നെ എനിക്ക് പ്ലാവ് വെച്ച് എൻ്റെ കാശ് കിട്ടിയതാണ്. പക്ഷെ പിന്നീട് അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, അത് കരിഞ്ഞു നിൽക്കുന്നുണ്ടില്ലേ, അങ്ങനെ ഒരു കേട് വരുന്നു പ്ലാവിന്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഈ മാവ് തൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക രീതിയിലുള്ള മാവും തൈയാണ്. അതും നമ്മുടെ നാടനല്ല. ഈ നാടനല്ലാത്തത് കൊണ്ട് തായ്ലൻഡാ മാങ്ങ ഉണ്ടായി കിടക്കണ്ടാവും, കണ്ടിട്ടില്ല. അപ്പോൾ ഇതെന്നും പൂത്തുകൊണ്ടിരിക്കും. അല്ല, ഇത് വർഷത്തിലാണോ എങ്ങനെയാണ്? അല്ല, എന്നും പൂക്കും. പിന്നെ ഇത് നമ്മുടെ മണ്ണിന് ചേരുന്നതാണ്. ഇതെന്താണ് റംബൂട്ടാൻ. ഇത് നല്ല റംബൂട്ടാനാണ്. കൂടുതൽ കണ്ട നല്ല സ്വീറ്റായിട്ട് നല്ല മാംസളായിട്ടുള്ള കായ. പക്ഷേ ഇത്രയും പൊക്കത്തിലേക്ക് വിടാൻ പാടില്ല, പ്രോൺ ചെയ്യണം. അങ്ങനെ പിന്നെ ഇതിനും ഈ കിളിശല്യമൊക്കെ കൂടുതലായിരിക്കും. ഇതിൻ്റെ കായകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ ഇതിനധികം പരിചരണം കൊടുത്തിട്ടില്ല. പിന്നെ പ്ലാവൊക്കെ കാച്ചിരുന്ന നന്നായിട്ട്. ഇത് ഈ പ്ലാവുകൾ കായ്ക്കുന്നതും കൂടി കാട്ടിത്തരാം. ഇവിടെ ഇപ്പൊ നമ്മളിത് ഏകദേശം എത്ര ഏക്കറോളം ഉണ്ടോ? 1 ഏക്കറോ ഇത്രയും സ്ഥലം ഉണ്ടല്ലേ? ഇതൊക്കെ ഈ വിയറ്റ്നാം എള്ളി എന്നുള്ള ചക്കയാണ്. അതിൻ്റെ അവിടെ ചെറിയതൊക്കെ ഒക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അവിടെ
അങ്ങോട്ട് നീങ്ങിയ മറ്റേ ഒരു പ്ലാവ് നന്നായിട്ടുണ്ടായി കിടക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ പറമ്പിൽ എല്ലാം വളർത്തണമെന്ന് കരുതിയാണ് ഈ എല്ലാ ഫലവൃക്ഷങ്ങളും ചെയ്തു തുടങ്ങിയത്. ചെയ്തു. മണ്ണ് നല്ലതാണെന്ന് കണ്ടിട്ട്. ആ മണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡാണ്. ഇവിടെ ഇറിഗേഷന്റെ വെള്ളം കിട്ടുവാണ് മാഷ. ഈ വെള്ളം കിട്ടും. വെള്ളം അങ്ങനെ ആദ്യം വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം തൈകളാവുമ്പോൾ മാത്രമേ അധികം ഇങ്ങനെയുള്ളതിന് വെള്ളം കൊടുക്കേണ്ടതുള്ളൂ. ഇത് നാരകനാണ്. നാരകം, ചെറുനാരകം നന്നായിട്ട് കഴിച്ചിരുന്നു. കൊല്ലത്തിലെ കാവലം കുറവാണ്. കഴിഞ്ഞ കൊല്ലത്തിൽ ഈ ഒറ്റ ഇരുന്ന് ഒരു 8 കിലോളം നാരങ്ങ കിട്ടിയതാണ്. ഇക്കൊല്ലം അത്രയില്ല. ആ നാരകം ഇതിപ്പോൾ ഇക്കൊല്ലം ഉണ്ടായി കിടക്കണ്ട്. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെയല്ലായിരുന്നു. ഇത് ശരിക്കും ഫുള്ളായിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ഥലം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അടയ്ക്കാമരം വയ്ക്കല. അടയ്ക്കാമരം എല്ലാവരും അത് വെട്ടിക്കളയില്ലായിരുന്നു. വിലയുണ്ടെന്ന് മാത്രമല്ല ഇതിനധികം ശുശ്രൂഷ വേണ്ട. ഇടയ്ക്ക് 2 പ്രാവശ്യം കടയിളക്കി ഇട്ട് കൊടുത്താൽ മതി. നല്ല വിലയുണ്ട്. ഇത് ഒരു 3 കൊല്ലമായിട്ടുള്ളൂ ഇത് കാഴ്ച കഴിഞ്ഞത്. ഇതൊക്കെ കാഴ്ച ഇക്കൊല്ലം ഇത്ര സ്ഥലത്തു നിന്ന് എനിക്ക് ഇക്കൊല്ലം ഒരു 6000 രൂപയോളം അടയ്ക്ക കിട്ടി. അപ്പോൾ അതാണ് ഏറ്റവും. അപ്പോൾ നമുക്ക് അധികം ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് അതാണ്. ഇത് എല്ലാത്തിലും കുറവശൊക്കെ എന്തെങ്കിലും കിട്ടുന്നുണ്ട്. തെങ്ങാണ് എന്നെ എനിക്ക് നിരാശപ്പെടുത്തിയത്. പണിയെടുത്തിട്ട് അതിനൊരു ഫലം നിരാശപ്പെടുത്തി. അത് എങ്ങനെയാ വെച്ചാൽ ഈ ചെല്ലി ആണ് ഉപദ്രവമായിട്ട് തീർന്നത്. ചെല്ലി ഒക്കെ മുല്ലയൊക്കെ നട്ടു നോക്കിയതാ. അത് കുറ്റിമുല്ല നന്നായിട്ട് പൂത്തിരുന്നത്. പക്ഷേ അതൊക്കെ കൊണ്ടുപോയി കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. തായ്ലൻഡ് ചാമ്പയ്ക്ക് അതിനൊക്കെ ഒരു കുഴപ്പം കാണുന്നുണ്ട്. അതിനെ പഴുത്ത് കഴിയുമ്പോഴേക്കും പുഴുവായിരുന്നു. പിന്നെ സപ്പോട്ട കണ്ടിട്ടുണ്ടോ? സപ്പോട്ട അമ്മുഞ്ഞ സപ്പോട്ട പഴുത്ത് മൂത്ത് തന്നെ പറിച്ചെടുത്തോ. ഈ സപ്പോട്ടയും നമുക്ക് കിട്ടൂല, കാരണം കിളികളും ഉണ്ടാവും, വവ്വാലും ഉണ്ടാവും. പിന്നെ ഇത് വച്ചിരിക്കുന്നത് ഇത് ജാമുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാവലാണ്. പക്ഷേ അപ്പൊ ഇന്നത്തെ തലമുറയോട് എന്താണ് പറയാനുള്ളത്? ഒരു എക്സ്പീരിയൻസും കൊണ്ട് നമ്മളൊരു ജോലിയില് മാഷായിരുന്നു. അപ്പൊ അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് നമ്മുടെ നേരം പോക്കിനും ഇതിനൊക്കെ ആയിട്ട്. അപ്പൊ എന്താണ് നമുക്ക് പറയാനുള്ള? കൃഷി എന്ന് പറഞ്ഞാൽ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു മാനസിക ആരോഗ്യത്തിനും വേണ്ടിയുള്ള ഒരു കൃഷി ഏർപ്പെടുന്നത് നന്നായിരിക്കും. അതല്ലാതെ ഇന്നത്തെ കാലത്ത് കുറച്ച് സ്ഥലം കൊണ്ട് കൃഷി ചെയ്യാനായിട്ട് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അത് പരാജയമായിരിക്കും. അതാ പറയാം. പിന്നെ കൃഷി കൂടുതൽ സ്ഥലമുള്ളവനാണ് ആദ്യം ചെയ്യുന്ന കാഷ് ക്രോപ്പിലേക്ക് പോകണം. നമ്മുടെ കേരളത്തിൽ ഈ കാലടി പരിസരത്തെ കാഷ് ക്രോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേടുവരാതിരിക്കുകയാണ് ഈ ജാതിയാണ്. ജാതി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-12 കൊല്ലം കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ഒരുവിധം ആദായം കിട്ടി തുടങ്ങും. പിന്നെ വാഴ ഇവിടെ നോക്കിയാലറിയാം. ഇവിടെ നിൽക്കുന്നത് ഈ വാഴ കണ്ടോ? ഒന്ന് ശ്രദ്ധിക്കൂ. ആ വാഴ വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂജാ കദളിയാണ്. ഇങ്ങനെ ഒരു പറമ്പിൽ 5-8 കടയൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ അതെന്നും അതിന് നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ഇതിനെ ഇപ്പോൾ ഞാൻ ഇത്തവണ കൊടുത്തത് എല്ലാം കിലോയ്ക്ക് 70 രൂപ വെച്ചാണ് നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഒരു 5 കിലോ അല്ലെങ്കിൽ 3 കിലോ ഉണ്ടെങ്കിൽ 3 കിലോ ഉണ്ടെങ്കിൽ തന്നെ ഒരു 210 രൂപ ഒരു കിലോയ്ക്ക് കിട്ടും. ഇതിനുള്ള പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കടയൊക്കെ ഒന്ന് ചെത്തി വർഷകാലത്തിന് മുമ്പ് ചെത്തി വൃത്തിയാക്കി ഇട്ടാൽ മതി. പിന്നെ അധികം വളമൊന്നും അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഒരു ഉപജീവന മാർഗമായിട്ട് കുറച്ച് കൃഷി കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അത് നഷ്ടത്തിലേക്ക് കലാശിക്കും. അല്ല, നമുക്ക് നമ്മുടെ വീട്ടിലാവശ്യങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഈ അടുക്കളത്തോട്ടമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ കാണാൻ പാടില്ല. ഇവിടെ ഞങ്ങൾ വഴുതന, മുളക് ഇതൊക്കെ നമ്മളെ ആവശ്യത്തിന് കഴിഞ്ഞും കുറച്ച് ഞാൻ ഒരാളുള്ളതുകൊണ്ട് പിന്നെ അത് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാൻ. അല്ലെങ്കിൽ വരുന്നവർക്ക് ഒരു വീട്ടിൽ വരുമ്പോൾ പണ്ടത്തെ ഒരു സംസ്കാരമുണ്ട്, കാർഷിക സംസ്കാരം എന്ന് പറയും. ആ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾ എന്തായാലും
അവർക്ക് അയൽവക്കാർക്കും പിന്നെ വരുന്നവർക്കൊക്കെ ഓരോന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആ സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക. ആ സംസ്കാരം വീണ്ടും വരണം. അപ്പൊ അങ്ങനെ പണ്ട് കാലങ്ങളിൽ നമ്മൾ അയൽവക്കത്തൊക്കെ നമ്മൾ കൊടുക്കുകയായിരുന്നു. ആ സംസ്കാരത്തിൽ കാർഷിക സംസ്കാരം എന്ന് പറഞ്ഞാൽ അതാ. അത് മാത്രമല്ല, നമ്മൾ അറിയേണ്ട ഒന്നുണ്ട്. പണ്ട് നെൽകൃഷി പ്രാബല്യത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു ഏല എന്ന് പറഞ്ഞാൽ ഒരു പാടശേഖരത്തിൽ ഒരാൾക്ക് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ട് എന്തോ ഉണ്ടെങ്കിൽ മറ്റു അയൽക്കാരൊക്കെ കൂടി അവരെ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയിടത്തിൽ നിന്ന് കന്നുകൂട്ടി അവർ സഹായിച്ച് ഒപ്പം കൃഷി ചെയ്യുന്ന കാലമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ബാർട്ടർ സമ്പ്രദായം എന്നൊന്നും അതിന് പറയാൻ പാടില്ല. അപ്പോൾ ഈ പഞ്ഞമാസങ്ങളുണ്ടല്ലോ പണ്ടത്തെ, അന്ന് ആ കാലഘട്ടത്തിൽ നമ്മൾ വീട്ടിൽ നെല്ല് കൂടുതലുണ്ടെങ്കിൽ അത് ഈ അടുത്ത അയൽക്കാരനോ കൃഷിക്കാരനോ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവർ ഈ കൃഷി എടുത്തു കഴിഞ്ഞാൽ വിളവെടുത്ത് കഴിയുമ്പോൾ ഈ സാധനം മടക്കി കൊടുക്കുക. അതൊക്കെ ഒരു ഇത് നമുക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും, നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി, അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ഉദാത്ത മാതൃകയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അത് ഇപ്പോൾ ഇല്ല. ആ പഴയ ഈ കാർഷിക സംസ്കാരം വീണ്ടെടുത്താൽ ഇതൊക്കെ തന്നെ ഉണ്ടാവും. വീണ്ടെടുത്താൽ മാത്രം പോരാ, കാരണന്മാർ ചെയ്തിരുന്നതും കൂടി നമ്മൾ അത് പ്രാവർത്തികമാക്കണം. പിന്നെ ഇതെല്ലാം എന്നെ സംബന്ധിച്ചോളം ഇതെൻ്റെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതിൽ ലാഭനഷ്ടങ്ങളില്ല. സർക്കാരിൽ നിന്ന് എനിക്ക് ജീവിക്കാനുള്ള പെൻഷൻ കിട്ടുന്നു, അധ്യാപനമാണെങ്കിലും കിട്ടുന്നുണ്ട്. അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുന്നു. അതിൻ്റെ ഒരു വരുമാനം ഈ മണ്ണിനും കൊടുക്കുന്നുണ്ട്. പിന്നെ മാഷിനെ വിളിക്കാൻ ആൾക്കാർക്കായിട്ട് ബന്ധപ്പെടാനായിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വരാലിലൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ അവർക്കായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് മാഷിന്റെ നമ്പർ തരാം. അത് വിരാലിന്റെ വെച്ചാൽ പ്രത്യേക സീസണിൽ മാത്രമേ വിരാല് വിൽപ്പനയ്ക്ക് കിട്ടുള്ളൂ. മാഷിനായിട്ട് ബന്ധപ്പെടാനായിട്ട് നമ്പർ ഒന്ന് പറയാമോ? നമ്പർ പറയാം. ഒന്ന് പറഞ്ഞോളൂ. 9495676265. അപ്പൊ ഈ മാഷിന്റെ നമ്പറാണിത്. എന്റെ പേര് ഭാസ്കരൻ. നമ്മുടെ സ്ഥലം ശ്രീമൂല നഗരാണ്, എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്ത് ശ്രീമൂലനഗരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ മാഷിനായിട്ട് നിങ്ങൾക്ക് ആര് വേണാലും വെൽക്കം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. കാരണം കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറമ്പിലൊക്കെ ഒന്ന് ഓടി നടക്കാനും, പക്ഷെ ഓടി നടക്കുമ്പോൾ ആരെങ്കിലും കൂട്ടത്തിൽ വേണം. ഈ കുളമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കെന്ന് വെച്ചാൽ വെള്ളം കണ്ടാൽ അല്ലെങ്കിൽ കുളം കണ്ടു കഴിഞ്ഞാൽ അവരങ്ങ് അപ്പൊ മാഷിന്റെ അടുത്ത് വരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഭക്ഷ്യസാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും പിന്നെ ഇനി അത് ഭക്ഷിക്കാനും സൗകര്യം നിങ്ങൾക്ക് പേര പഴുത്തും കാണോ, പേര നിങ്ങൾക്ക് എടുത്ത് അത് പറിച്ചെടുക്കാം, കഴിക്കാം. അപ്പൊ മാഷിന് ഒരുപാട് നാളും കൂടി നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള ആ കാര്യത്തിൽ കൂടി പറയട്ടെ. ഒരുപാട് നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ 82 കഴിഞ്ഞ് 83-ലേക്കായി. അപ്പൊ ഇപ്പൊ സാധാരണ കേരളീയന്റെ ആവറേജ് ഒരു പുരുഷന്റെ വയസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 76ആണ്. പിന്നെ ഇപ്പൊ ജീവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ ബോണസിൽ ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഇനി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് അറിവ് ഉള്ള കാലം വരെ ഉള്ളതാണ് കൂടുതൽ. ഇത് സുഹൃത്തെ, നിങ്ങളെല്ലാവരും ഇത്രയൊക്കെ പ്രായമായുള്ള ഇനിയും ഈ ഒരു 10 ജീവിക്കട്ടെ എന്ന് അത് നമുക്ക് ആശംസിക്കാനേ പറ്റുള്ളൂ. നമുക്ക് പരമാവധി നമുക്ക് പ്രാർത്ഥിക്കാനോ പറ്റുള്ളൂ. അപ്പൊ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ആശംസിക്കാണ്. പക്ഷേ ഓക്കെ, ഞാൻ എല്ലാം കൊണ്ടും സംതൃപ്തനാണ് ജീവിതത്തിൽ. ഓക്കെ, താങ്ക് യു.